ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് ഈ ഒരു ചൂട് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, മറ്റ് പല വിഷയങ്ങളുണ്ടെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ. ചൂടുകാലത്തുള്ള മുടി കൊഴിച്ചിൽ ചെറുതൊന്നുമല്ല, ഭയങ്കര വലുതായിട്ട് നമ്മുടെ മുടി കൊഴിയില്ല. അപ്പോൾ അതിന് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ പറയാം. അതിനുശേഷം നമ്മൾ വീട്ടിൽ തന്നെ ഈ കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയും കേട്ടോ. ഇപ്പോൾ പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് പറയട്ടെ, നമുക്ക് നോർമൽ ഡേയ്സിലുള്ള മുടി കൊഴിച്ചിൽ എത്രയാണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മുടി കൊഴിച്ചിലിൻ്റെ അതേ അളവിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാളും ഒരു ഇത്തിരി കൂടെ കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ആ ഒരു രീതി തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ചൂടിൻ്റെ ആയിട്ട് ചെറുതായിട്ടൊരു മുടി കൊഴിച്ചിൽ ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അങ്ങനെയല്ലാത്ത വേറൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്ന ഒരവസ്ഥ. അതായത് കെട്ടായിട്ട് മുടി ഇപ്പോൾ ഈ ഒരു ഇതിൽ ഇങ്ങനെ വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് തലയിലേക്കൊന്ന് കൈ തൊടാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയുള്ളൊരവസ്ഥയ്ക്കാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. അതായത് ഈ ചൂടുകാലത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ക്ലൈമറ്റ് സിറ്റുവേഷൻ അല്ലല്ലോ. അപ്പോൾ ചൂടുകാലത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിയുടെ കുറവ് കാരണം നന്നായിട്ട് മുടി കൊഴിഞ്ഞേക്കാം. 2, നിങ്ങൾക്ക് തൈറോയ്ഡ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. 3ാമതായിട്ട് നിങ്ങൾക്ക് വിറ്റാമിൻ ഡിയുടെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ബ്ലഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞത് നോർമലായിട്ട് മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ലെവലിൽ നിന്നും ഒരുപാട് മുടി കൊഴിച്ചിലുള്ള ആളുകളാണ് ഇപ്പോൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നോർമലായിട്ടുള്ള രീതിയാണ്. കുറച്ച് ഈ ഒരു ചൂടുകാലത്തിൻ്റെ മാത്രം കൊണ്ട് എനിക്ക് പെട്ടെന്നുള്ളൊരു മുടി കൊഴിച്ചിൽ കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പാക്ക് ഉപയോഗിക്കുന്നതോടുകൂടി നന്നായിട്ട് മാറ്റേണ്ടാവും. പക്ഷേ സിവിയർ ആയിട്ട് വേറൊരു രീതിയിൽ അങ്ങ് മുടി ഇങ്ങനെ തൊടുമ്പോഴേക്കും ഒരുപാട് പോകുന്നൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിൻ്റെയെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ടാബ്ലറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇഷ്യൂ മാറി കിട്ടും. ഈ മുടി കൊഴിച്ചിലും കുറയും കേട്ടോ. അതിനുശേഷം നമുക്കുള്ള ആ നേരത്തെ ആ ചെറിയ ഒരു മുടി കൊഴിച്ചിലില്ലേ, അതായത് നോർമലി എല്ലാവരും മുടി കൊഴിയുന്ന ആ ഒരു രീതിയിലുള്ള മുടി കൊഴിച്ചിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കുറച്ചതിന് ശേഷം ഈ പാക്ക് ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുള്ള ആളുകൾ, ചെറുതായിട്ട് മുടി കൊഴിച്ചിലുള്ള ചൂടുകാലത്ത് പെട്ടെന്ന് മുടി കൊഴിച്ചിൽ കൂടിയിട്ടുള്ള ആളുകൾ ഈ പാക്ക് ട്രൈ ചെയ്യുക. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ജസ്റ്റ് തലയിൽ ഓയിൽ മസാജ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കളയാം. പിന്നെ ഷാമ്പു അല്ലെങ്കിൽ പയറുപൊടി യൂസ് ചെയ്യാം, ചെമ്പരത്തി താളി യൂസ് ചെയ്യാം കേട്ടോ. രണ്ടാമതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തവി ചോറെടുക്കുക. അതിലേക്ക് 2 ഞാലിപ്പൂവമ്പഴം അല്ലെങ്കിൽ 2 പൂവമ്പഴം, ഞാലിപ്പൂവമ്പഴമാണ് ബെസ്റ്റ്, ഇതെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഏത് തലയിൽ ഏത് ഓയിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഓയിൽ ഒരു ടീസ്പൂൺ ഒഴിക്കുക. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ചെടുക്കുന്ന ഈ കുഴമ്പ് പോലത്തെ ഈ ഒരു ടെക്സ്ചറിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉള്ളിനീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് തലയിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അതായത് ഇതിൽ നമ്മൾ ഓയിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഓയിൽ ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്ന ദിവസം തേക്കണ്ട കേട്ടോ. ഇത് ഒരു 15 to 20 മിനിറ്റ് തലയിൽ നന്നായിട്ട് വെക്കുക. നന്നായിട്ട് ഇത് ഡ്രൈ ആയതിനു ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിന് വേറെ ഷാമ്പുവോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. ഇത്രേ ഉള്ള കാര്യം. ഇത് നന്നായിട്ട് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞു തന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷമുള്ള ഫീഡ്ബാക്ക്സ് കമൻസിൽ എഴുതിയിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.